പ്രിയ സ്നേഹിതരെ, സമരിയായിലെ ഒരു കിണറ്റിൻകരയിൽ ഉച്ചസമയത്തൊരു പുരുഷനും സ്ത്രീയും കണ്ടുമുട്ടുന്നുണ്ട്. അവനൊരു യഹൂദന, അവളൊരു സമരിയക്കാരിയ. ഷി വാസ് എ സിന്നർ ബട്ട് ഹി വാസ് സേവിയർ. അവൾ വെള്ളം മാത്രം പ്രതീക്ഷിച്ചാണ് അവിടെ എത്തിയത്. അവൻ അവളെ പ്രതീക്ഷിച്ച അവിടെ കാത്തിരുന്നത്. സ്ത്രീയുടെ പേര് ആർക്കും അറിഞ്ഞുകൂടാ, എന്നാൽ ആ പുരുഷൻ്റെ പേര് യേശു എന്നായിരുന്നു. അന്ന് പ്രഭാതത്തിൽ ശൂന്യമായ ഹൃദയത്തോടെ ഉണർന്നവൾ, ഉച്ചയ്ക്ക് ശൂന്യമായ കുടവുമായി കിണറ്റിൻകരയിൽ എത്തിയവൾ, വൈകിട്ട് സ്വജനത്തിൻ്റെ അടുത്തേക്ക് ഹൃദയം നിറയെ തിരുവചനവുമായിട്ട് കടന്നു വന്നത്. ജലം തേടിപ്പോയവൾ വചനവുമായിട്ട് മടങ്ങി വരുന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടി ആരും പഴയതുപോലെ തിരികെ പോകുന്നില്ലെന്നേ. നോ വൺ ഹു മീറ്റ്സ് ജീസസ് വിൽ എവർ ബി ദ സെയിം അഗൈൻ. അവൾ അവിടെ എത്തിയ ദാഹജലത്തിന് വേണ്ടിയാണ്. ക്രിസ്തു അവളോട് സംസാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവൻ്റെ വാക്കുകൾ മാത്രമേ അവൾക്ക് കൈമാറിയുള്ളൂ. എന്നാൽ ആ ജീവൻ്റെ വാക്കുകൾ വീണ്ടെടുപ്പിൻ്റെ വെളിപാടായിട്ട് മാറുന്നു. ജലം ശരീരത്തിൻ്റെ ദാഹമകറ്റും, വചനമാകട്ടെ ആത്മാവിൻ്റെയും. ശരീരത്തിൻ്റെ ദാഹമകറ്റുന്ന ഈ ജലം എന്തുമാകാം. അധികാരം, പണം, കാമം, അങ്ങനെ ഭൗതികമായതെല്ലാം അതിൽപ്പെടും. കിണറ്റിൽ നിന്ന് ജലം കുടിച്ചാൽ വീണ്ടും ദാഹിക്കുമെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒരു കിണർ ജലത്തിന് പൂർണ്ണമായി ശമിപ്പിക്കാനാവില്ലെന്നേ. ആകയാൽ ശരീരം ജലത്തിന് വേണ്ടി ദാഹിക്കുന്നതിനേക്കാൾ തീഷ്ണതയോടെ നമ്മുടെ ആത്മാവ് അവൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജീവിതത്തിൻ്റെ ആന്തരികതയിൽ ഒരു മഹാശൂന്യതയുണ്ട്. ഭൗതികമായൊരു നേട്ടത്തിനും അതിനെ സംതൃപ്തമാക്കാനാവില്ല. എന്തൊക്കെ നേടിയാലും ഒരു മഹാശൂന്യതയുടെ നിരാശ നിഴല് പോലെ കൂടി ഉണ്ടാകും. ആ ആത്മീയ ശൂന്യതയെ പരിഹരിക്കുവാൻ ക്രിസ്തു വചനത്തിന് മാത്രമേ ആകൂ. എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കില്ല എന്നത് അവൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാന പൂർത്തീകരണമാണ് നാം കാൽവരി കാണുന്നത്. കിണറ്റിൻകരയിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞവൻ വീണ്ടും ദാഹിച്ചത് കുരിശിൽ കിടക്കുമ്പോഴാണ്. ആ സമരിയക്കാരിയെ മാത്രമല്ല, സകല മനുഷ്യരെയും വീണ്ടെടുക്കുവാനുള്ള ആത്മീയ ദാഹമായിരുന്നത്. അവൻ്റെ ദാഹത്തിന് ഇപ്പോഴും ശമനമില്ല. എല്ലാ വഴിതെറ്റിപ്പോയ മനുഷ്യരുടെയും ജീവിത വഴിയുടെ കിണറ്റിൻകരയിൽ ദാഹാർദ്ധനായി അവൻ കാത്തിരിക്കുകയാണ്. ആകയാൽ ശരീരകാമനകളുടെ ദാഹമകറ്റുന്ന ജലം ഉപേക്ഷിച്ച് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനുതകുന്ന അവൻ്റെ വചനത്തിൽ അഭയം പ്രാപിക്കാം. ആമേൻ.